ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരറ്റ് പായസം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം കുറച്ച് ബദാം അരച്ചെടുക്കുക. ഇത് കുറച്ച് ബദാമില് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് മാറ്റി വെച്ചതാണ്. ഇനി ഇതിന്റെ തൊലി കളയാ. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ഇങ്ങനെ തൊലി കളയാൻ കിട്ടും. ബദാം എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയിൽ അരച്ചെടുക്കണം. എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ കഷ്ണങ്ങളാക്കിയത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ബദാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് കുറച്ച് നെയ്യിൽ വഴറ്റിയെടുക്കണം. അതിന് ഇവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാവുമ്പോ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി തീ കുറച്ചൊന്നും വഴറ്റാം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് തീ കുറച്ച് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാം. ഇതേ സമയം ഞാൻ വേറെ ബർണറിൽ പായസത്തിന് വേണ്ടത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 3 കപ്പ് പാലാണ്. 2 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് 3 കപ്പ് പാല്. കാരറ്റ് ഇപ്പം നെയ്യിൽ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇവിടെ വേറെ ബർണറിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാല് ഇപ്പൊ തിളച്ചിട്ടുണ്ട്. ഈ പാല് തിളക്കാൻ വെച്ചാൽ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് കാരറ്റ് ചേർക്കാം. ഇതിനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കാം. ഇപ്പോ കാരറ്റ് ഇട്ട് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത ബദാം ചേർക്കാം. ഇതിനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത്ര ചേർക്കാം. ഇത് അധികമായാലും ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇതിനി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർക്കാം. കണ്ടൻസ് മിൽക്കിന് മധുരം ഉള്ളതുകൊണ്ട് അതിന്റെ മധുരം കഴിച്ച് ബാക്കി വേണ്ടുന്ന പഞ്ചസാര ചേർത്താൽ മതി. ഞാനിപ്പം 1/4 കപ്പിനേക്കാളും കുറച്ചധികം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പിന്റെയും 1/2 കപ്പിന്റെയും ഇടക്ക് അളവിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണം ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വരുമ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഏലക്കപ്പൊടി ഇട്ടാൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോ ഏലക്കപ്പൊടി ഇട്ട് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്താണ്. ഇത് തീ ഓഫ് ചെയ്ത് പായസത്തിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരറ്റ് പായസം റെഡിയാണ്. ഇതിന് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ മേളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരറ്റ് പായസം റെഡിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.